നമസ്കാരം. സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കേരളത്തിലെ ജില്ലാ സഹകരണ ബാങ്കുകളെ സംസ്ഥാന സഹകരണ ബാങ്കിൽ ലയിപ്പിച്ച് പുതിയ പരീക്ഷണമെന്നോണം രൂപീകരിച്ച കേരള ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ രാജ്യത്തെ സഹകരണ മേഖലയാകെ സശ്രദ്ധം വീക്ഷിക്കുകയാണെന്നും ബാങ്കിന്റെ വിജയം പുതിയ ഉണർവ് നൽകുമെന്നും റിസർവ് ബാങ്ക് സെൻട്രൽ ബോർഡ് ഡയറക്ടർ സതീഷ് കാശിനാഥ് മറാത്തെ കേരള ബാങ്ക് ഹെഡ് ഓഫീസിൽ ഭരണസമിതി അംഗങ്ങളുടെയും ബോർഡ് ഓഫ് മാനേജ്മെന്റ് അംഗങ്ങളുടെയും സംയുക്ത യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ബാങ്ക് 1 ലക്ഷത്തിലേറെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് വായ്പ നൽകിയത് ചൂണ്ടിക്കാണിച്ച അദ്ദേഹം മൊത്തം വായ്പകളുടെ 27% കാർഷിക വായ്പകൾ നൽകിയതിൽ ബാങ്കിനെ അഭിനന്ദിച്ചു. ഗ്രാമീണ ബാങ്കിംഗ് മേഖല നേരിടുന്ന വെല്ലുവിളികൾ തരണം ചെയ്യുന്നതിനായി ബാങ്ക് പുതിയ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും രൂപം നൽകുന്നതിനോടൊപ്പം അതിന് പിന്തുണ നൽകാനായി നയങ്ങളും രൂപീകരിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് സതീഷ് മറാത്തെ പറഞ്ഞു. റിസർവ് ബാങ്ക് ഡയറക്ടറുടെ കേരള ബാങ്ക് സന്ദർശനം ബാങ്കിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം പകരുമെന്ന് ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർട്ടി എം ചാക്കോ എന്നിവർ പറഞ്ഞു. ബോർഡ് ഓഫ് മാനേജ്മെന്റ് ചെയർമാൻ വി രവീന്ദ്രൻ, നബാർഡ് ചീഫ് ജനറൽ മാനേജർ ബൈജു എൻ കുറുപ്പ്, ഭരണസമിതി അംഗങ്ങൾ, ബോർഡ് ഓഫ് മാനേജ്മെന്റ് അംഗങ്ങൾ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് പറവൂർ താലൂക്ക് സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനു കാവുങ്കൽ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതികളെ പുറത്താക്കി വളഞ്ഞ വഴിയിലൂടെ ഭരണം പിടിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. വരാപ്പുഴ വ്യാപാര ഭവൻ ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ താലൂക്ക് പ്രസിഡന്റ് ടി എ ചാക്കോച്ചൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി പ്രിൻസൻ തോമസ്, ട്രഷറർ കെ എ സിയാദ്, വനിതാ ഫോറം ജില്ലാ ചെയർപേഴ്സൺ ശ്രീജ കെ മേനോൻ, വരാപ്പുഴ സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോസ് പൂക്കുറ്റിക്കൽ, പ്രൈജു തോമസ്, ഷിജിൻ ചിലങ്കര, അബ്ദുൾ ജബ്ബാർ, ഗോഡ്വിൻ സിക്വേര, കെ ജെ ഹെൻറി, അജിത് ഖാൻ, അനൂപ് ആന്റണി, നിവിൻ മിൽട്ടൺ, റുഖിയ ജമാൽ, ബിനോജ് കൃഷ്ണ, കുര്യൻ ജോസഫ്, സി ആർ മേരി എന്നിവർ സംസാരിച്ചു. ഭാരവാഹികൾ പ്രൈജു വേവ്കാട്ട്, അജ്മൽ ഖാൻ, അനൂപ് ആന്റണി. ഇരിഞ്ഞാലക്കുട കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് ബിനാമി വായ്പാ തട്ടിപ്പ് കേസിൽ കെ രാധാകൃഷ്ണൻ എംപിയുടെ മൊഴിയെടുപ്പ് ഒഴിവാക്കി കുറ്റപത്രം സമർപ്പിക്കാനുള്ള സാധ്യത പരിശോധിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിയമോപദേശം തേടി. അന്വേഷണ ചുമതല വഹിക്കേണ്ട അസിസ്റ്റന്റ് ഡയറക്ടർ രാകേഷ് കുമാർ സുമൻ ഇന്നലെ കൊച്ചി യൂണിറ്റിൽ ചാർജെടുത്തു. CPMന്റെ നിയന്ത്രണത്തിലുള്ള ബാങ്ക് ഭരണസമിതി നടത്തിയ തട്ടിപ്പിൽ പാർട്ടി ജില്ലാ നേതൃത്വത്തിന്റെ പങ്കാളിത്തം പരിശോധിക്കാനാണ് തട്ടിപ്പ് നടത്തിയ കാലയളവിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്നവരുടെ മൊഴി രേഖപ്പെടുത്തിയത്. ഇതിൽ AC മൊയ്തീൻ, MM വർഗീസ് എന്നിവരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കെ രാധാകൃഷ്ണനും പാർട്ടിയുടെ തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായിരുന്നു. പാർട്ടി സമ്മേളനവും പാർലമെന്റ് സമ്മേളനവും പൂർത്തിയായ ശേഷം മൊഴിയെടുപ്പിന് ഹാജരാകാമെന്നാണ് രാധാകൃഷ്ണൻ അന്വേഷണ ഏജൻസിയെ അറിയിച്ചത്. പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ച കേസിൽ കഴിഞ്ഞ നവംബറിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനായിരുന്നു നീക്കം. എന്നാൽ അന്ന് അന്വേഷണം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് 2025 മാർച്ചിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കേണ്ട കേസുകളുടെ പട്ടികയിൽ കരുവന്നൂർ കേസും ഉൾപ്പെടുത്തി. തട്ടിപ്പിന്റെ കൂട്ടുത്തരവാദിത്തം പാർട്ടി ജില്ലാ സെക്രട്ടറിമാരിൽ ചുമത്തുന്ന കാര്യത്തിൽ ED നേരത്തെ നിയമോപദേശം തേടിയിരുന്നു. എന്നാൽ തട്ടിപ്പിൽ നേരിട്ട് പങ്കാളിത്തമുണ്ടോ, തട്ടിയെടുത്ത പണത്തിന്റെ പങ്ക് കൈപ്പറ്റിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി തന്നെ അന്വേഷിക്കാനാണ് അന്വേഷണ സംഘത്തിന് നിയമോപദേശം ലഭിച്ചത്. കേസിൽ പ്രതിസ്ഥാനത്ത് വരേണ്ട ഒരാൾ ചോദ്യം ചെയ്യലിന് ഹാജരായില്ലെങ്കിൽ അയാളെ ഒഴിവാക്കി കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയില്ല. എന്നാൽ സാക്ഷിയാകേണ്ട ഒരാളെ ഒഴിവാക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥന് ഉചിതമായ തീരുമാനമെടുക്കാം. കെ രാധാകൃഷ്ണന് തട്ടിപ്പിൽ പങ്കാളിത്തമില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൊഴിയെടുപ്പ് ഒഴിവാക്കി കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാൻ EDക്ക് നിയമ തടസ്സമുണ്ടാവില്ല. മറിച്ചാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറ്റപത്രം വീണ്ടും വൈകും. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 3% DA കൂടി അനുവദിച്ചു. ഇതോടെ 12% DA 15%. ഏപ്രിലിലെ ശമ്പളത്തോടൊപ്പം കുടിശ്ശിക ലഭിക്കുമെന്ന് ധനകാര്യ വകുപ്പ് അറിയിച്ചു. PFൽ ലയിപ്പിച്ച DA കുടിശ്ശികയുടെ പകുതി പിൻവലിക്കാൻ സർക്കാർ ജീവനക്കാർക്ക് ഏർപ്പെടുത്തിയിരുന്ന ലോക്കിൻ പീരീഡ് ഒഴിവായി ധനവകുപ്പ് നേരത്തെ ഉത്തരവിറക്കിയിരുന്നു. 2021 ഫെബ്രുവരിയിലാണ് സർക്കാർ ജീവനക്കാർക്ക് കുടിശ്ശികയായി കിടന്ന DAയിൽ 4 ഗഡു അനുവദിച്ചത്. 2019 ജനുവരി മുതൽ 3%, ജൂലൈ മുതൽ 5%, 2020 ജനുവരി മുതൽ 4%, ജൂലൈ മുതൽ 4%ആയിരുന്നു DA വർധന. എന്നാൽ ഈ തുക പണമായി നൽകിയില്ല, പകരം PFൽ ലയിപ്പിക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത
12-ൽ നിന്നും 15% വർദ്ധിപ്പിച്ചതോടെ 690 രൂപ മുതൽ 3711 രൂപ വരെ വർധനയുണ്ടാകും. അടിസ്ഥാന ശമ്പളം അനുസരിച്ചുള്ള വർധനയാണിത്. സേവനകാലം കൂടുതലുള്ളവർക്ക് സ്കെയിൽ ഓഫ് പേയ്മെന്റ് അനുസരിച്ചുള്ള വർധനവുണ്ടാകും. ഏപ്രിൽ മുതൽ വർധന നടപ്പിലാകും. സഹകരണ ജീവനക്കാർക്കുള്ള പ്രത്യേക DA ഉത്തരവ് സഹകരണ രജിസ്ട്രാർ പുറപ്പെടുവിക്കും. ഇടപ്പള്ളി വടക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ 1431 ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക്. നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശയും സർക്കാർ ഗ്യാരണ്ടിയും. എല്ലാ മാസവും പുതിയ MBS ആരംഭിക്കുന്നു. RTGS, NEFT സൗകര്യങ്ങൾ. ബാങ്കിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങൾ: സഹകരണ മെഡിക്കൽ ലാബ്, സഹകരണ സൂപ്പർ മാർക്കറ്റ്, കാർഷിക വിജ്ഞാന കേന്ദ്രം, സഹകരണ വയോമിത്രം, സഹകരണ ലൈബ്രറി, ജനസേവാ കേന്ദ്രം, സഹകരണ ടെക്സ്റ്റൈൽ, ജൈവവള ഡിപ്പോ. ഹെഡ് ഓഫീസിലും വട്ടേക്കുന്നം ശാഖയോടനുബന്ധിച്ചും കമ്മ്യൂണിറ്റി ഹാളുകൾ. ഹെഡ് ഓഫീസ് എയിംസ് പോണേക്കര PO, കൊച്ചി 68 20 41, ഫോൺ 2800 635. ബ്രാഞ്ച് വട്ടേക്കുന്നം ഇടപ്പള്ളി നോർത്ത് PO, കൊച്ചി 68 20 24, ഫോൺ 2540 625. ബ്രാഞ്ച് പോണേക്കര എയിംസ് പോണേക്കര PO, കൊച്ചി 68 20 41, ഫോൺ 2800 634. പ്രസിഡന്റ് AV ശ്രീകുമാർ, സെക്രട്ടറി ബിന്ദു VP. ഇത് നിക്ഷേപ സമാഹരണ കാലയളവ്. നമുക്ക് നാടിനൊപ്പം വളരാം. നിങ്ങളുടെ നിക്ഷേപങ്ങൾ ഇടപ്പള്ളി വടക്കുംഭാഗം സഹകരണ ബാങ്കിലാകട്ടെ, അതും സർക്കാർ ഗ്യാരണ്ടിയോടെ. ഇടപ്പള്ളി വടക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ 1431.